മതിടാ, ഇന്നത്തേക്ക് ഇത് മതി. 5-6 കൂടി ഇടാം. നാളെയും കേറാൻ എനിക്ക് വയ്യ. മതിടാ, ആരെങ്കിലും കാണും. സുശീലടുത്ത് പേടിക്കാരി. ഞാനില്ലേ ഇവിടെ. എടാ കരിക്കിട രക്ഷപ്പെട്ടോടാ. എടുത്തോ, ഇത് കളിക്കേണ്ടതാ. കല്ലടിച്ച് ഞാൻ തെറിപ്പിക്കും. പട്ടിയുടെ മോൻ മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞു. കംപ്ലൈന്റ് ആയിട്ടുണ്ട്, കളവ് പെരുകുന്നു. ഓ പിന്നെ കൂട്ടാത്തിന് 2 തേങ്ങ, 1 ചേനോ, 2 മാങ്ങ എടുക്കണത് കളവാ? ഇല്ലാത്തോണ്ടല്ലേ. കളക്ഷൻ ഇല്ലാത്തത് നമ്മുടെ കുറ്റമല്ലല്ലോ. ഇതെന്താ വർത്താനം പറഞ്ഞ പോവാലോ. മീനുണ്ടല്ലോടാ. ആ, ഞാൻ വാക്ക് വലിച്ചുട്ടോ. ഉച്ചത്തേക്കുള്ള മീൻ കൂട്ടാനൊക്കെ ആണല്ലോ. 10-60 ആളുകൾക്ക് ഇതുകൊണ്ട് പൂജിക്കണം. ആ, മണമുള്ളൊരു ചാറുണ്ടാവും. ആ പിന്നെ നീ ഒരു 5-6 മാങ്ങയും കൂടി പറിച്ചോ. ഏത് എസ്റ്റേറ്റിൽ നിന്ന്? നിന്റെ അമ്മയുടെ എസ്റ്റേറ്റിൽ നിന്ന്. അല്ല വിട്ടോടാ, ഞാൻ പറഞ്ഞ വിടണ്ടാന്ന്. തേങ്ങ കൊല. മക്കളെ, കുറുമ്പ് കാണിക്കരുത്. കുറുമ്പ് കാണിച്ചാ ദാ ശേഖരേട്ടൻ പറഞ്ഞ പോലെ കേട്ടില്ലെങ്കിൽ നല്ല ചൂട്ടടി ഞാൻ തരും. വിശക്കണ്ടല്ലടാ, സാരില്ലടാ. ഇന്നലെ പറഞ്ഞ പോലെയല്ല അന്ന് 5 കിലോ ഇറച്ചി ശേഖരേട്ടൻ തന്നിരിക്കും. ഓട്ട് ശിവ, ഓട്ട്. എന്റെ ഈശ്വര, പാല് മുഴുവൻ തിളച്ചു പോയല്ലോ. തല മണ്ടയ്ക്ക് ഒന്ന് വെച്ച് തന്നാലുണ്ടല്ലോ ഞാൻ. ഓ ഒന്ന് വേഗം വാ മോളെ. വരുന്നോ കാതർക്ക. ആ രഞ്ജൻ പപ്പയ്ക്ക് ആകെ കൊടുക്കണത് നാഴിപ്പാല. അത് പകുതിയും പോയി. ഇനി അതിന് അയാളുടെ കരച്ചില് കേൾക്കണം. ഒരെണ്ണത്തിനെ കൊണ്ടൊരു കൈസഹായം ഇല്ല. മടുത്തു. എനിക്ക് വയ്യ ഇനി മെസ്സ് നടത്താൻ. ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരെ, കോൺട്രാക്ട് കൊടുക്കേ, പട്ടിണി കിടന്ന ചാവ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. എനിക്ക് വയ്യ. എവിടെ കാതർ? ആ, രാജപ്പേട്ടനായിരുന്നോ? ഇതെന്താ പോളും പിടിച്ചോണ്ട്? പാലിപ്പ തരാട്ടോ. അടുപ്പത്തിന് ഇപ്പൊ ഇറക്കി വെച്ചിട്ടേ ഉള്ളൂ. ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ആ കാതർക്കേ ഇരിക്കുന്നു. ഏ അല്ല, ഇതെന്താപ്പാ അവിടെ? ഒന്നും പറയണ്ട. എന്താ ചെയ്യ മോളെ? ഒരു 3 മുട്ട കടന്നു തരുമോ? മൊട്ടയോ? ആ, കോഴിമുട്ട. ബാക്കി പറഞ്ഞാ പില്ലീനെ പിടിച്ചു കൊടുക്കാൻ. വാക്ക് പറഞ്ഞാണെങ്കിലേ കൊടുക്ക്. എന്തേലും കടയിട്ട് തരാനേ മൊട്ടയൊന്നും ഇല്ല. റൊക്കം കാശ് വന്നാ തരാം. അല്ല പിന്നെ സുശീലേ മോളെ, മുട്ട കൊടുത്തില്ല. ഇപ്പൊ അതിന് കുന്തത്തുമ്പോ നടക്കൂലെന്ന്. മോളെ, എന്നാ നീ എവിടെ ഇരി, മുട്ടകൾ കിട്ടിയിട്ട് ഇറങ്ങിയാ മതി. എന്ത് ചെയ്യും പഠിച്ചോനെ. തീരുമാനിക്കട്ടെ. എന്നാ പോട്ടെ, പടാസാപ്പിന്റെ റൗട്ടിലേക്ക് പോട്ടെ. നടുവും പോയി മുട്ടകളും ഇല്ലെന്ന് പറഞ്ഞാ നിന്നെ നിലം തെടിക്കില്ലടാ കള്ളപ്പയലെ. അല്ല, നിങ്ങളിത് എവിടെ പോവാ? ഗോവിന്ദായിട്ട് ഒന്ന് കാണണം. ആണാ? എന്ന് ഞാനും വരാം. ഓ, എന്നാലും താഴെ നിൽക്കുന്ന ആർത്തി പണ്ടാരത്തിന് 3 മുട്ട കൊടുത്തിട്ട് എന്നെ കുന്തത്തിൽ നിന്ന് നടക്ക്. എന്നിട്ട് നീ കയറിക്കോ. പാവം വിട്ടേക്ക് ഉസ്താദേ. വാക്ക് പറഞ്ഞ വാക്കുകൾ പാലിക്കണം. വൈകുന്നേരം അവിടെ ഉച്ചത്തേക്കുള്ള ചോറേ വൈകുന്നേരം. അമ്മോ, എന്താണ്? എന്താ പറ്റിയ? ശേഖരനോടെ പുലി വല്ലതും ചെയ്തോ ശേഖരേട്ടാ? എലിയാ? ഒരു ചക്കയുടെ അത്ര പോകുന്നൊരെലി എന്റെ കാലിന്റെ ഇടയിൽ കൂടെ ഒരു ഒറ്റ ഓട്ടം. ഞാൻ വല്ല പുളിച്ച തെരയും പറയൂട്ടോ. മനുഷ്യനെ വെറുതെ പേടിപ്പിച്ചളഞ്ഞു. ആരും അറിയണ്ട. അറിയാത്തതിന് എലി മാത്രമേ ഉള്ളൂ. പേടിപ്പിക്കലടാ. തന്റെ ഒരു കാര്യം, പുലി വെറും പുല്ല. എലി, പാറ്റ, കൂറ, തവള ഇതൊക്കെ ഭയങ്കര പേടി. അല്ല, ചെറുപ്പത്തിൽ വല്ല അല്ല അതൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. ഒന്നുമില്ലാന്ന് ഒരു എലിയെ കണ്ട് പേടിച്ചാൽ ആ കുരിപ്പ്. ഓ നാണക്കേട്. ഈ ശേഖരേട്ടന്റെ ഒരു കാര്യം. മുട്ട ഒരു മുട്ടയ്ക്ക് 1.60 വെച്ച് 3 മുട്ടയ്ക്ക് 4 രൂപ 80 പൈസ. വൈകുന്നേരം കളി തുടങ്ങുന്നതിന് മുമ്പ് തരുമോ? അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ കയ്യിൽ നിന്ന് ഒരു മുട്ടയും കിട്ടില്ല. എന്റെ ഉമ്മാണ്, ബാപ്പാണ്, എന്റെ മക്കളാണ് സത്യം. എന്റെ പൈസ മുഴുവൻ തരാതെന്ന് പശുത്തോ ഇല്ല. കൊടി മുളിങ്ങട്ട പ്രായം. മുട്ട തൃപ്തിയായില്ലേ? ഓ, എന്താ നോക്കില്ല കേട്ടൂടി. ഓവില്ല് കൈ കഴിച്ചു. പണ്ടാരടക്കം ഒന്ന് വീശി തരാൻ പറഞ്ഞിട്ട് ഒന്നും കൂടി കെട്ടിയെടുക്കണ്ട. ഒരെണ്ണം കൂടി വിരിച്ചാ കഴിഞ്ഞു. ഓ, ഇങ്ങനെ ഒരു മരമന്ത മനുഷ്യൻ. ഒരു മണിക്കൂറായി 2 കരം തുണി കൊണ്ട് ഉരുട്ടാൻ തുടങ്ങിയിട്ട്. കുമാരേട്ടോ, ഓ,
ക്ലൗൺ കുമാരേട്ടൻ പറഞ്ഞ ഒരു കാലത്ത് റോയൽ സർക്കസിന്റെ സ്റ്റാർ ആയിരുന്നു. ഇപ്പോഴും മോശമൊന്നല്ലടി. ആ പക്ഷേങ്കി ഇപ്പൊ പെണ്ണുപിള്ളയുടെ അടിപ്പാവട തിരുമല പണി. ഫു. അതിന് ഞാൻ എന്താ പേടിക്കണോ? ഹും. ഈ വയസ്സുകാലത്ത് നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ജമീല പ്രാക്ടീസ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. പാവം കിടക്കുക. ആ കിടക്കട്ടെ കിടക്കട്ടെ, നല്ലോണം മലന്ന് കിടക്കട്ടെ. ഒരു വിശറി എടുത്ത് വീശിക്കൊട്. ഛേ, ഇങ്ങനെ ഒരു മനുഷ്യൻ. ആർക്കാടി ഇതിലെത്ര ദണ്ണം? ഇവിടെ ആരാ ഇവിടുത്തെ പോലീസോ? ആ എണ്ണം കെട്ടോൾ എന്നാ പറഞ്ഞേ? എന്റെ പൊന്ന് ജമീലെ, അവളുടെ നാക്കിനെല്ലില്ല. അത് കേട്ട് നീ യുദ്ധത്തിന് ഇറങ്ങല്ലേ? എന്നോട് പോരിന് വന്നാലേ ഞാൻ വിടില്ല. നീ ഒന്ന് അടങ്ങ് ജമീലെ. എനിക്കാരെയും പേടിയില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ? ഇങ്ങോട്ട് മാറാം. അയ്യോ, അമ്പടി എടി 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 താഴെ ശീമപ്പോർക്കെ. നിനക്ക് എന്തിന്റെ എടടി? നീ എന്താ പറഞ്ഞേ? ആ ഞാൻ പറഞ്ഞതിൽ എന്താടി തെറ്റ്? നിന്റെ വാപ്പയുടെ പ്രായമില്ലടി ആ മനുഷ്യന്. ആ മനുഷ്യനെ കൊണ്ട് നിന്റെ തുണി തിരിപ്പിക്കണോ? അത് ചോദിക്കാൻ നീ ആരടി? എന്റെ പുന്നാരല്ലേ. എന്നെ വിട് മനുഷ്യ. എന്റെ ഭർത്താവിനെ കൂടെ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യിക്കും. അതിന് നിനക്കതിനടുത്ത സങ്കടം. സങ്കടം ഉണ്ടടി. ദാരിദ്ര്യം പട്ടിണിയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഈ കമ്പനി ഒരു കുടുംബം പോലെയടി. നീ ഇപ്പൊ വേലക്കാരനാക്കണ ആ മനുഷ്യനുണ്ടല്ലോ, എനിക്ക് അച്ഛനെ പോലെയാ. അതറിയോ നിനക്ക്? സുശീലടത്തെ പോട്ടെ മിണ്ടായിരിക്കേ. നിന്നോട് വായിട്ടലക്കാൻ എനിക്കിപ്പോ നേരില്ല. അങ്ങോട്ട് വാന്ന്. ആ നീ പോകും. നല്ല നല്ല ചെക്കന്മാര് കൈ കയറി പിടിച്ചാലേ നീ പോകും. നീ ഇതൊന്ന് പിടിച്ചേ. സുശീലടത്തെ നമ്മൾ മിണ്ടാണ്ടിരിക്കടാ. ഇവളോട് നാല് പറഞ്ഞിട്ട് തന്നെ കാര്യം. എടി എടി മേനോക്കി, എടി ശൂർപ്പണകെ, നാട്ടിൽ അകർന്നു പോയ കെട്ടിയൊക്കെ മുതിർന്ന ഒരു പെൺകുട്ടിക്ക് സഹായത്തിനാ നിന്നെ ഇങ്ങോട്ട് കെട്ടി സുശീലത്തെ അതിന് എഴുന്നള്ളിവിടുന്ന്. ഇവക്ക് മണിയറ ഒരുക്കാനാ ആ ശാന്തമെടുത്ത് എന്റെ റൗട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയ. ഇപ്പൊ കൊല്ലം 3 ഒന്ന് വന്ന് സുഖാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ഇവള്? എന്നിട്ട് അവളുടെ ഒരു കുടുംബം. ഫു. ഞാൻ കിട്ടിയത് പ്രാരാബ്ദം ചുമക്കാനല്ലടി, ഒരാണിന്റെ കൂടെ ജീവിക്കാനാ. നിന്റെ ഒരു ജീവിതം. നീ ആരാ? സത്യവാൻ സാവിത്രിയോ? നിന്റെ ചരിത്രനെ കൊണ്ട് വിളമ്പിക്കണ്ട, വെറുതെ നാറോ. വിടന്നെ. ഒന്ന് പോടാ അവിടുന്ന്. വെറുതെ അല്ലേ നിന്റെ കെട്ടൻ ട്രപ്പീസിൽ നിന്ന് വീണ് ചത്ത ശാമ്പോലെ കിടക്കണേ. എന്താടി നാക്കിറങ്ങിപ്പോയോ? ഒരു മാസം തികച്ച ഒരാണിന്റെ കൂടെ ജീവിക്കാൻ പറ്റിയോടി നിനക്ക്? നിനക്ക് കിട്ടിയ ശാപാടിയത് ശാപം. ബാക്കിയുള്ളവർക്ക് ആണുങ്ങളെല്ലാം സഹിക്കുമല്ലെങ്കിലേ വല്ല മുരിക്കിന്റെ. മതി. ഒന്ന് പോടാ അവിടുന്ന്. കഷ്ടം. ഞാൻ എന്ത് ചെയ്യാനാണ്? എന്താടി ജമീലോട് തോറ്റുപോയോ നീ? പോയി അവളോട് മറുപടി പറഞ്ഞിട്ട് വാടി. ഇങ്ങനൊരു ഭാര്യയെ കിട്ടിയത് എന്റെ പുണ്യാണെന്ന്. സുശീലേ മോളെ, ഇവൾ ഇത്ര പാവമായി പോയല്ലോ എന്റെ ശാന്തടുതി. ആ, എന്താ ഇത്? മോളെ ഇവക്കൊരു ധൈര്യമൊന്നും ഇല്ലടാ. ഒരു തൊട്ടാവാ. സുശീലടത്ത് നിനക്കറിയണേ, അവരുടെ സ്വഭാവം അറിയില്ലേ? ഏയ് എനിക്ക് വിഷമമൊന്നുമില്ല. അമ്മേ, നിനക്ക് അച്ഛനും അമ്മയും ഇല്ലാത്ത പോലെ ആയല്ലേ? ആ ശാന്തടുത്ത് എന്തിനാ വിഷമിക്കണേ? ഞങ്ങളൊക്കെ ഇല്ലേ? വയസ്സാം കാലത്ത് കുമാരേട്ടന് ഒരു അബദ്ധം പറ്റി. അങ്ങനെ അങ്ങോട്ട് വിചാരിക്ക്. അബദ്ധം. അയ്യോ എന്റെ അമ്മേ, എന്റെ പൊന്നോടെ തമ്പുരാനെ, ഞാൻ എന്താ ഈ കാലം കൊല്ലിയാളെ. എത്ര തിന്നാലും മതി വരാത്ത പെരുവയറ്. പിന്നെ മമ്മി. ഭക്ഷണം കഴിക്കാൻ വരുന്നവരോട് ഞാൻ എന്ത് പറയാൻ? എന്താ?